അധികാരികളുടെ കൃത്യവിലോപത്തിൻ്റെ ഒരു ഫലമാണ് ഈ കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം ഇടിഞ്ഞ് വീണ് ഒരാൾ മരിക്കാനുണ്ടായ സാഹചര്യമുണ്ടായത്. ഇപ്പോൾ ഈ വാർഡുകളിൽ കിടന്ന രോഗികളെല്ലാം ഡിസ്ചാർജ് ചെയ്യുന്ന ഒരു നടപടിയാണ് ഇപ്പം ഹോസ്പിറ്റൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാരണവശാലും ഈ നടപടി നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. രോഗികളുടെ രോഗം പൂർണ്ണമായി ഭേദമാകാതെ കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണു എന്നുള്ളതിൻ്റെ പേരിൽ അതിനോട് തൊട്ടടുത്ത് കിടന്ന വാർഡുകളിൽ നിന്നുള്ള രോഗികളെല്ലാം ഡിസ്ചാർജ് ചെയ്യുന്നത് ഈ രോഗികളോട് കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. അതൊരു കാരണവശാലും അനുവദിക്കാൻ പറ്റില്ല. ഈ ഹോസ്പിറ്റൽ അധികാരികളുടെ ഉത്തരവാദിത്വമില്ലായ്മയും ഗവൺമെന്റിന്റെ ആരോഗ്യമന്ത്രിയും ആരോഗ്യ വകുപ്പിന്റെയും കെടുകാര്യസ്ഥതയുമാണ് ഈ കെട്ടിടം ഇടിഞ്ഞു വീഴാനുണ്ടായ സാഹചര്യം ഉണ്ടായത്. പഴയ കെട്ടിടമാണ്, പക്ഷേ ഈ കെട്ടിടത്തിന്റെ ഇടിഞ്ഞു വീണപ്പോൾ അതിൻ്റെ രക്ഷാപ്രവർത്തനത്തിലേക്ക് ഒരു വണ്ടി പോലും അകത്തോട്ട് കയറാൻ കഴിയാത്ത നിലയിലാണ് ഈ കെട്ടിടത്തിൻ്റെ ചുറ്റുപാടുകൾ പിന്നെ പണിതുണ്ടാക്കിയിരിക്കുന്നത്. വലിയ കൃത്യവിലോപമാണ്, ഗുരുതരമായ കൃത്യവിലോപമാണ് ഈ ഹോസ്പിറ്റൽ അധികാരിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അടിയന്തര നടപടി ഉണ്ടാകണം. മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും മറുപടി പറഞ്ഞേ മതിയാവും. അവരിവിടെ വരികയൊക്കെ ചെയ്തായിരുന്നു. മന്ത്രി രണ്ടുപേരും വന്നിട്ടിൻ്റെ കാര്യം, ഒരാളുടെ ജീവൻ പോയില്ലേ? ജീവൻ പോയ സമയത്ത് ഇങ്ങനെ ഒരാളിവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ അധികാരികൾ പറയുന്നത് ഇല്ല 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 എന്ന് ആണയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉണ്ടെന്ന് പറഞ്ഞത് അവരുടെ ബന്ധുവാണ്. ആ ബോഡി കിട്ടിയപ്പോഴാണ് അധികാരികൾക്ക് ഇതിൻ്റെ യഥാർത്ഥ സ്ഥിതി മനസ്സിലാവുന്നത്.